കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചലനാത്മകമായ പരിവർത്തനങ്ങൾക്ക് ഭരണകക്ഷി MLA ആയ PV അൻവർ തന്നെ തുടക്കമിട്ടിരിക്കുകയാണ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ADGP അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP അജിത് കുമാറിനെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനോടാണ്. അതേ രീതിയിലാണ് ADGP പെരുമാറുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു ആരോപണമായിരിക്കാം. ആ അതിരും കടന്നുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയാണ് ഉന്നം വയ്ക്കുന്നത്. അദ്ദേഹത്തിനും ഇതിൽ പങ്കുണ്ടെന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. സാധാരണ MLA-മാരുടെ മാത്രമല്ല മന്ത്രിമാരുടെയും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നു എന്നുള്ള ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. PV അൻവർ MLA ഉയർത്തിയ ആരോപണം ശരിയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തരത്തിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെയാണ് MLA പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. MLA-ക്ക് അറിയാം ആഭ്യന്തരം കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ തൊട്ടു താഴെയുള്ള ADGP അജിത് കുമാർ അദ്ദേഹം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദി ആഭ്യന്തരമന്ത്രി തന്നെയായിരിക്കും. കൂടാതെ പൊളിറ്റിക്കലി അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഉന്നം വയ്ക്കുമ്പോൾ രാഷ്ട്രീയപരമായി കൂടെ അദ്ദേഹം ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയനെതിരെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം സ്പഷ്ടമാക്കേണ്ടത്, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇത് ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഈ ചിരിച്ചു തള്ളൽ ഇനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ ചലനം സൃഷ്ടിക്കുന്ന ഈ ആരോപണം, ഇതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത, പെഗാസിസ് എന്ന ഒരു വലിയ ആരോപണമുണ്ടായിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിൻ്റെയും മറ്റും ഫോൺ ചോർത്തുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികളിൽ ഏറ്റവും മുന്നിൽ നിന്നത് CPM ആണ്. അന്ന് ഇത് ഗുരുതരമായ തെറ്റാണെന്നും അത് സർക്കാർ നടത്തിയിരിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കാനാവാത്ത ഒരു തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തിയ CPM തന്നെയാണ് ഇന്ന് സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഫോൺ ചോർത്തുന്നു എന്നുള്ള ആരോപണത്തിൽപ്പെട്ട് കിടക്കുന്നത്. ഒരു കാര്യം കൃത്യമായും പാർട്ടി മനസ്സിലാക്കേണ്ടത്, രണ്ട് രീതികളെ ഇനി CPM-ന്റെ മുന്നിലുള്ളൂ. ഈ ആരോപണം ഉയർത്തിയിരിക്കുന്ന ഒരിക്കലും ഒരു പ്രതിപക്ഷ MLA അല്ല, ഭരണപക്ഷ MLA തന്നെയാണ് ഈ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഇതിനൊരു വ്യക്തത വരുത്തുവാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ തീർച്ചയായും മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ അത് ഒരു സംശയാസ്പദമായ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെയും ഭരണത്തിനെയും കൊണ്ടുപോകുമെന്ന് സുനിശ്ചിതമാണ്. ഒന്നാമത്തെ കാര്യം, PV അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണം അത് ശരിയാണെങ്കിൽ അവിടെ ADGP അജിത് കുമാറിനെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കണം. രണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതേപോലെയുള്ള ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹവും ഇതിന് കൂട്ടാളിയാണ് അത്രേ. അപ്പം അങ്ങനെയെങ്കിൽ ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉള്ള നടപടികളും ഉണ്ടാവേണ്ടതുണ്ട്. അത് പാർട്ടിപരമായി ചെയ്യേണ്ട കാര്യമാണ്. ഈ രണ്ട് കുറ്റകൃത്യങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ അവർക്കെതിരെ, ഈ രണ്ട് കൂട്ടർക്കുമെതിരെ നടപടികൾ എടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകക്ഷിയാണ്. അല്ല, ഇത് തെറ്റാണെങ്കിൽ, PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ MLA-യെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതും CPM എന്ന ഒരു കേഡർ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. CPM സ്വാഭാവികമായിട്ടൊരു കേഡർ പാർട്ടിയാണ്. അങ്ങനെ ഒരു കേഡർ പാർട്ടിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ആരോപണങ്ങൾ സഹിക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലല്ല CPM മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ കേഡർ പാർട്ടി അങ്ങനെയുള്ള തെറ്റായ ആരോപണം നടത്തിയ അൻവറിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ മുന്നിലുള്ളൂ. അല്ലാതെ വെറും മുഖ്യമന്ത്രി ചിരിച്ച് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല ഈ കാര്യം എന്നുള്ളത് വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പാർട്ടി ഒരുതരം സന്നിഗ്ധാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. EP ജയരാജൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിനെ തരം താഴ്ത്തിയതുമൂലം അദ്ദേഹം പാർട്ടിയുടെ പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമല്ല. പുറത്തേക്ക് വന്നാൽ ഗുരുതരമായ ആരോപണങ്ങളായിരിക്കും അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ CPM നടത്തിയിരിക്കുന്ന നിരവധി കൊലപാതകങ്ങളടക്കം അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ സൂക്ഷിക്കുന്ന, ഒരുപക്ഷെ ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാമനായി കരുതിയിരുന്ന EP ജയരാജൻ പുറത്തേക്ക് വന്നുകൊണ്ട് CPM-ന്റെ രഹസ്യങ്ങൾ പറയുവാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. എന്തൊക്കെ തന്നെയായാലും തൻ്റെ സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്തുവാൻ മുഖ്യമന്ത്രി പെടുന്ന പാടുകൾ അത് പിന്നീട് പാർട്ടിക്ക് വിനാശകരമാകുമെന്നുള്ള കാര്യം സത്യമാണ്. അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പാർട്ടിയും ഭരണ സംവിധാനങ്ങളും കേരളത്തിൽ പരാജയപ്പെടും. ഇത് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഉന്നയിക്കും എന്നുള്ളതും സത്യമാണ്. ഫോൺ ചോർത്തൽ വിവാദത്തിൽ
ഒരു ഉത്തരം കിട്ടിയേ ജനങ്ങൾക്ക് തീരൂ. ഇല്ലെങ്കിൽ അത് ഇവിടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കും. ജയ് ഹിന്ദ്.